ഇപ്പോഴും പറയുന്ന ഈ കേസിലും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല എന്ന്. ആ പങ്കില്ല എന്ന് പറയുമ്പോഴും ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറയുന്നു, പിന്നീട് ഡിവൈഎഫ്ഐക്കാരെ തള്ളിപ്പറയുന്നു, ഡിവൈഎഫ്ഐക്കാർ പാർട്ടിക്കാരുടെ ഭാഗമല്ല എന്ന് പറയുന്നു. എന്റെ CPM-കാരെ, ഈ പ്രസംഗം കേൾക്കുന്ന സാധാരണ CPM-കാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഡിവൈഎഫ്ഐക്കാരോ ഒക്കെ ഇവിടെയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കണം, ഒരു പാർട്ടി എത്തിയ അധപ്പതനം എത്രമാത്രമാണ് എന്നുള്ളത്. നമസ്കാരം. കോഴിക്കോട് ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിനെതിരെ ആഞ്ഞടിച്ച് വടകര MLA KK രമ. UDF സ്ഥാനാർത്ഥി രാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. TP ചന്ദ്രശേഖരന്റെ മരണത്തിൽ എളമരം കരീമിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് രമ ആരോപിച്ചു. ചന്ദ്രശേഖരന്റെ കൊലപാതകം സംബന്ധിച്ച അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങിയിരുന്നുവെങ്കിൽ എളമരം കരീമിലേക്കും പോലീസ് എത്തുമായിരുന്നുവെന്നും രമ പറഞ്ഞു. CPM-നെതിരെ നീങ്ങിയതിനുള്ള കൂലിയാണ് ചന്ദ്രശേഖരന് കിട്ടിയത് എന്ന് പരസ്യമായി പ്രസംഗിച്ചയാളാണ് എളമരം കരീമെന്നും രമ ആഞ്ഞടിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. ഞാൻ ആ എതിർ സ്ഥാനാർത്ഥി വരുന്ന സമയത്തും കിട്ടുന്ന പോസ്റ്ററുകൾ കണ്ടപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ ചില ചിരിക്കുന്ന മുഖങ്ങൾ കണ്ടു. എനിക്ക് അത്ഭുതം തോന്നി. ഇദ്ദേഹത്തിന് ഇങ്ങനെ ചിരിക്കാനൊക്കെ പറ്റുമോ എന്ന് ഞാനിങ്ങനെ സ്വയം ആലോചിച്ചു. ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ചിരിച്ച മുഖവുമായിട്ട് നിൽക്കുന്ന. ധാർഷ്ട്യവും ധിക്കാരവും ഇതുപോലെയുള്ള ഒരു നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവിടുത്തെ നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയെ പോലെ ഞങ്ങളുടെ ചന്ദ്രശേഖരൻ, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരുപക്ഷെ അത് ഉന്നത ഗൂഢാലോചനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, CPM-ന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്തുമായിരുന്ന ഒരു പേരായിരുന്നു നിങ്ങളുടെ ഇവിടെ മത്സരിക്കുന്ന ഈ എതിർ സ്ഥാനാർത്ഥി. ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല. നിരവധി പ്രാവശ്യം ഞാനത് മീഡിയാസിനോടും പലരോടും പറഞ്ഞതാണ്. പക്ഷേ ആ കേസ് അവിടം വരെ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല സമയങ്ങളിലും ഇടപെട്ടത് ഈ കേരളം മറന്നിട്ടില്ല, ഈ നാട് മറന്നിട്ടില്ല, ഇവിടുത്തെ ഓരോ മനുഷ്യ സ്നേഹിയും ഈ ആ ഇടപെടൽ മറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. P. മോഹനെ അറസ്റ്റ് ചെയ്ത സമയത്ത്, മറ്റ് പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താൻ അവിടുത്തെ ആളുകളെ മാധ്യമ പ്രവർത്തകരുൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് അവർക്കെതിരെയൊക്കെ നടത്തിയ ആ പ്രവർത്തനങ്ങൾ വടകരയിലൊക്കെ ഇദ്ദേഹം നേരിട്ട് വന്ന് ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ ആ നാട് ഒരിക്കലും മറക്കില്ല. ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ ഒരു കാരണവശാലും മറക്കുന്നതല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ RMP വിജയിച്ച സമയത്ത് അവിടെ വന്ന് ഈ എതിർ സ്ഥാനാർത്ഥി അവിടെ വന്ന് സംസാരിച്ചിരുന്നു. അവിടെ വന്ന് സംസാരിച്ച പാർട്ടിക്കെതിരെ നിന്നതിന്റെ കിട്ടിയ പാരിതോഷികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഏറ്റവും മോശമായി സംസാരിച്ച പ്രസംഗങ്ങളൊന്നും ഇപ്പോഴും അവിടുത്തെ മനുഷ്യർ മറന്നിട്ടില്ല. ഞാനതാണ് പറഞ്ഞത്. ധിക്കാരത്തിന്റെ ഭാഷ, ദാസ്യത്തിന്റെ ഭാഷ, അധികാരഗർഭിന്റെ ഭാഷയാണ് ഈ നേതാക്കന്മാർക്കുമൊക്കെയുള്ളത്. ഇവരെങ്ങനെ മനുഷ്യരായിട്ട് മാറുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ വേദനകളെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നമുക്ക് വിവരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു പച്ച മനുഷ്യനെ, എതിരഭിപ്രായം പറഞ്ഞൊരു മനുഷ്യനെ തെരുവിൽ വെട്ടിക്കൊല്ലാൻ നിങ്ങൾക്ക് സാധിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിലൊരു മനുഷ്യത്വം ഇല്ല എന്നതിന്റെ ഭാഗമായിട്ട്. അതിനുശേഷം നടന്ന നിരവധി കൊലപാതകങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. ആ ഒരവസ്ഥ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പാനൂരിൽ വീണ്ടും ബോംബ് നിർമ്മിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ബോംബ് നിർമ്മിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അതിനുശേഷം നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മലക്കം പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് പങ്കില്ല, എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ പാർട്ടിക്ക് പങ്കില്ല. ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു, ഹൈക്കോടതി ശിക്ഷിച്ചിട്ടും ഇപ്പോഴും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല എന്നുള്ളത്. ഇപ്പോഴും പറയുന്ന ഈ കേസിലും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല എന്ന്. ആ പങ്കില്ല എന്ന് പറയുമ്പോഴും ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറയുന്നു, പിന്നീട് ഡിവൈഎഫ്ഐക്കാരെ തള്ളിപ്പറയുന്നു, ഡിവൈഎഫ്ഐക്കാർ പാർട്ടിക്കാരുടെ ഭാഗമല്ല എന്ന് പറയുന്നു. എന്റെ CPM-കാരെ, ഈ പ്രസംഗം കേൾക്കുന്ന സാധാരണ CPM-കാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഡിവൈഎഫ്ഐക്കാരോ ഒക്കെ ഇവിടെയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കണം, ഒരു പാർട്ടി എത്തിയ അധപ്പതനം എത്രമാത്രമാണ് എന്നുള്ളത്. ഞങ്ങളൊക്കെ പഠിച്ച കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുണ്ട്. ആ സംഘടനകളാണ് പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ വർഗ സംഘടനയെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിക്കാരാണ് വർഗ സംഘടനകൾ. ഇന്നും ആ വർഗം ഇന്നില്ല. വർഗരാഷ്ട്രീയമൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ച ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറി. പോട്ടെ, ബഹുജന സംഘടനകൾ ആ പാർട്ടിക്ക് ഇല്ല
എന്നാണ് ഗോവിന്ദ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ബഹുജന സംഘടന, ഞങ്ങളൊക്കെ ഡിവൈഎഫ്ഐയും SFI ഒക്കെ പാർട്ടിയുടെ ബഹുജന സംഘടനകളാണ് എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ മാഷ് പറയുന്നുണ്ട് അതൊന്നും ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഡിവൈഎഫ്ഐക്കാരാ, നിങ്ങൾ ഈ ചോര കൊടുത്ത് ജീവൻ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ തള്ളിപ്പറയുമെന്നതിന്റെ ഉദാഹരണമാണ്. കാരണം അവിടുത്തെ ഡിവൈഎഫ്ഐക്കാരെയൊക്കെ ഏർപ്പാടാക്കി ഈ ബോംബ് നിർമ്മിക്കാനുള്ള സാമഗ്രികളൊക്കെ എത്തിച്ചു നൽകിയത് പാർട്ടിയല്ലേ? കണ്ണൂരിലെ പാർട്ടി നേതൃത്വമല്ലേ? പല സ്ഥലങ്ങളിലുള്ള ആളുകളെ ഒന്നിച്ചൊരു സ്ഥലത്തിരുത്തി കോർഡിനേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തത് ആരാണ് എന്നതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി നീങ്ങിയത് എന്നുള്ളത് ഇവർ ഇപ്പോഴും ഈ ആക്രമണങ്ങളും ഈ കൊലപാതകങ്ങളും ഈ ചോരക്കളിയുടെ രാഷ്ട്രീയവും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന്റെയും കൂടി തെളിവാണ്. വയനാട്ടിലെ വെറ്റിനറി കോളേജ് സിദ്ധാർത്ഥിന്റെ സംഭവം നേരത്തെ പറഞ്ഞു. നമ്മുടെ കോളേജുകൾ ഇടിമുറികളായി മാറിക്കൊണ്ടിരിക്കുന്നു. കോളേജിലെ കുട്ടികൾ ക്രിമിനലുകളായി കൊണ്ടിരിക്കുന്നു. അവരെ ആ തരത്തിലേക്ക് മാറിയത് നമ്മൾ ഈ കുട്ടികളെയൊന്നും വലിയ കാര്യത്തിൽ കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും പ്രയോജനമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കുട്ടികളെ അങ്ങനെയാക്കിയതിന്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിനാണ്. പാർട്ടി നേതൃത്വം എന്താണോ ചെയ്യുന്നത് അത് കണ്ട് പഠിക്കുന്നവരാണ് ഈ കുട്ടികൾ. അത് കണ്ടാണ് കുട്ടികൾ വളരുക, അത് കണ്ടാണ് കുട്ടികൾ പഠിക്കുക. അത് കണ്ട് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലും ഇതുപോലെയുള്ള ചില ക്രിമിനൽ വാസനകൾ ഉണ്ടാവുകയാണ്. ഈ ബോംബ് നിർമ്മാണവും ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ കണ്ടു വളരുന്ന കുട്ടികൾ മറിച്ചൊന്ന് ചിന്തിക്കുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ കോളേജിൽ നമുക്ക് പിണറായി വിജയന്റെ ഒരു ഓൾ കേരള ടൂർ മന്ത്രിമാരെയും കൂടി കൂട്ടിയിട്ടൊരു യാത്ര നടത്തിയിരുന്നു. നമ്മളാരും മറന്നിട്ടില്ല അല്ലെ? നവകേരള സദസ്. അതിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലൊക്കെ നടത്തിയ കോലാഹലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച്. എന്തായിരുന്നു? മുഖ്യമന്ത്രി വരുന്നു, ജനങ്ങളെ നേരിട്ട് കാണുന്നു, ജനങ്ങൾക്ക് പരാതി കൊടുക്കാം, അവർക്ക് മന്ത്രിമാർക്ക് പരാതി കൊടുക്കാം, മന്ത്രിമാരെല്ലാം ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് എന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞത്. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു 200 മീറ്ററിൽ അപ്പുറത്ത് അല്ലാതെ നേരിട്ട് കാണാൻ ഏതെങ്കിലും ഒരു സാഹചര്യം ഈ നാട്ടിൽ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾക്ക് സാധിച്ചോ? നേരിട്ട് വരുന്നു മന്ത്രിമാർ, നേരിട്ട് വരുന്നു മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക്, നിങ്ങൾക്ക് പരാതി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ആർക്കെങ്കിലും നേരിട്ടൊരു പരാതി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെ തുറന്ന കൗണ്ടറുകളിൽ പരാതികൾ ഏൽപ്പിച്ചു. അതുപോലെ പരാതികൾ കുറെ അദാലത്തുകൾ, തീരദേശ അദാലത്ത്, മലയോര അദാലത്ത്, കുറെ അദാലത്തുകൾ നടന്നിരുന്നു. കരുതലും കൈത്താങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അദാലത്തുകൾ ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിൽ നടന്നിരുന്നു, ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നിരുന്നു, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു, MLA-മാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അവിടെയൊന്നും കൊടുത്ത ഒരു പരാതിക്കും പരിഹാരമായിട്ടില്ല. ആ പരാതികൾ തന്നെയാണ് വീണ്ടും ഈ ഒരു പരാതി സ്ഥലത്തും എത്തിച്ചേർന്നത്. അവിടെ പരാതി പരിഹരിക്കാൻ ഒരു പരാതിയും ഇവിടെ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. വെറുതെ ചില കുറെ പൈസ ചെലവഴിക്കാൻ വേണ്ടി, ധൂർത്ത് നടത്താൻ വേണ്ടി, മന്ത്രിമാർക്ക് ആഘോഷിക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തി. അവിടെ അതിനെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെയൊക്കെ എങ്ങനെയാണ് ഈ കോൺഗ്രസുകാർ, ഈ CPM-കാർ നേരിട്ടത് എന്നുള്ളത് നമുക്കറിയാം. അവിടെയായിരുന്നു, ഓർമ്മയില്ലേ? പൂച്ചട്ടിയെടുത്ത് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേറ്റിപ്പിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് DYFI എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി.